ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫെമിക് സ്റ്റോറീസ്. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ, ബട്ട് ആക്ച്വലി ഇന്ന് മെയ് 30th ആണ്. അപ്പം നാളെ വെളുപ്പിനെ ഞാൻ തിരിച്ച് ജർമ്മനിക്ക് പോവുകയാണ്, സ്വീഡനിൽ നിന്ന്. സോ സ്വീഡനിൽ 3 months കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മനിക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ന് നല്ല വെയിലുണ്ട്. ഞാൻ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്ഥലമായത്, പക്ഷെ ഭയങ്കര വെയിൽ. അപ്പം അതായിരിക്കും ഇന്ന് വീഡിയോ. ഇന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയുള്ള സ്വീറ്റ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് വീഡിയോ കാണാം. അപ്പം ഞാൻ സ്ഥിരം വീഡിയോ എടുക്കുന്നിടത്ത് നല്ല വെയിലാണ്. ഇതുണ്ടോ, നല്ല സൂപ്പർ വെയിലാണ്. അപ്പം ഇന്നിവിടെ എത്ര 17 ഡിഗ്രിയോ അങ്ങനെ എന്തോ പറയണേ. പക്ഷെ മ്യൂണിക്കിൽ ഇപ്പോഴേ 26 ഡിഗ്രിയൊക്കെയാണ്, 26 ഡിഗ്രിയാണ്. അപ്പം അതുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെയാകുമെന്ന്. സോ എന്താ, ഞാൻ എൻ്റെ പെട്ടിയൊക്കെ കുറേ പാക്ക് ചെയ്തു. ക്യാബിൻ ലഗേജും കൂടെ പാക്ക് ചെയ്യാനുണ്ട്, പിന്നെ ബാഗ് അതും പാക്ക് ചെയ്യാനുണ്ട്. മെയിനായിട്ടുള്ള ലഗേജ് ഞാൻ പാക്ക് ചെയ്തു. ഇതുണ്ടോ, മൊത്തം ഡ്രസ്സാണ്, വേറെ ഒന്നുമില്ല. പിന്നെ എനിക്കിനി പാക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ, എൻ്റെ ജിം ക്ലോത്ത് പാക്ക് ചെയ്യാനുണ്ട്, പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ അങ്ങനത്തെ ഒക്കെ. അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസം ജിമ്മിൽ, അപ്പം ജിമ്മിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോന്നു. പിന്നെ എന്നാ, പിന്നെ ഇവിടെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാക്ക് ചെയ്യണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ടൗണിൽ പോവാണ്, കാരണം എനിക്കിവിടുത്തെ കുറച്ച് സ്വീഡിഷ് സ്വീറ്റ്സ് മേടിക്കണം എന്നുണ്ട്, കാരണം ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി. സോ അങ്ങനെ. പിന്നെ എന്നാ, ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. എണീറ്റ് പല്ലൊക്കെ തേച്ച് ഒരുങ്ങി. ഇനിയിപ്പോൾ പോകണം, സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. ഇവിടുത്തെയൊക്കെ ക്രിസ്പ് ബ്രെഡൊക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് സ്വീഡിഷിൻ്റെയാണ്. അപ്പം എനിക്കതൊക്കെ മിസ് ചെയ്യും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ്. നമുക്ക് ബ്രെഡ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും, അങ്ങനത്തെ സംഭവം അത്. അപ്പം അങ്ങനെ അതൊക്കെ മേടിക്കണം, കൊണ്ടുപോകണം. അങ്ങനെ ഇനി അതൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെ നാളെ വെളുപ്പിനെയാണ് എനിക്ക് ഫ്ലൈറ്റ്, 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു വെളുപ്പിനെ 3 മണിക്ക് 2:30 ഇറങ്ങണം. എനിക്ക് ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകേണ്ട ബസ് അർലാൻഡ എക്സ്പ്രസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അർലാൻഡ എക്സ്പ്രസ് അല്ല, പക്ഷെ അർലാൻഡ എക്സ്പ്രസ് പോലത്തെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അർലാൻഡ എക്സ്പ്രസ് ട്രെയിനാണെന്ന് തോന്നുന്നു. അപ്പം ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ. അപ്പം ബോർഡിംഗ് പാസ് കിട്ടി, ഇന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ വെയിലാണ്. അപ്പം എന്താ, ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇടയ്ക്കൊന്ന് ജർമ്മനി പോയിട്ട് വന്നായിരുന്നു. അന്നേരം ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു. ലൈക്ക് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു. ഈ മസ്കാരയും ഐലാഷറും എന്താ ഡ്രൈ ഷാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അന്നേരം ഇങ്ങനെ എന്താ സ്വീറ്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ച് സ്വീറ്റ്സ്, കുറച്ച് സ്വീഡിഷ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ആസ് യൂഷ്വൽ നമ്മുടെ പീനട്ട് ബട്ടറും ജാമുമാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞ് വെളിയിൽ പോകണം, ടൗണിൽ പോകണം. അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇത് കണ്ടു, ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ് അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഈ ഗ്രീൻ കളറിലിരിക്കുന്ന കേക്ക് കണ്ടില്ലേ, അതാണ് പ്രിൻസസ് കേക്ക്. അത് സ്വീഡൻ്റെ ഒരു ലൈക്ക് ഇമ്പോർട്ടൻറ്റ് സ്വീറ്റ് കൈൻഡ് ഓഫ് തിങ് ആണ്. പിന്നെ ഈ വൈറ്റ് തിങ്സും ഒക്കെ എനിക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടെ സാധാ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ചെറുപയർ കിട്ടും. ഇവിടെ നമ്മുടെ ഗമ്മി ബിയേഴ്സും ക്യാൻഡീസൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൈക്ക് കിലോ അനുസരിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഇതും മേടിച്ചു, മാരാബു ആ ചോക്ലേറ്റ്സ് മേടിച്ചു. നല്ല വെയിലാണ്, അയ്യോ നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി ബസ് വരുമ്പോൾ നോക്കി. പിന്നെ ഇത് ഞാൻ വീട്ടിൽ വന്ന് മേടിച്ച ചോക്ലേറ്റ്സും സ്വീറ്റ്സും സാധനങ്ങളെല്ലാം
ഞാൻ പെട്ടിക്കകത്താക്കി. അപ്പം തന്നെ ആക്കി. കാരണം ഇനി നെക്സ്റ്റ് ഞാൻ നമ്മുടെ കുഞ്ഞ് ഫെസ്റ്റിന് പോവുക. ഇതായിരുന്നു നമ്മുടെ കുഞ്ഞ് ഫെസ്റ്റ്. കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഗരാജ് തീം പോലെ തോന്നി. അവിടെ ഇരിക്കുന്ന ആ ഒരു ഈഗിളോ എന്താണെന്ന് എനിക്കത് ഓർക്കുന്നില്ല ഞാൻ. ആ സംഭവം അവർ കത്തിക്കും, കണ്ടോ, സ്മോക്ക് വരുന്നത്. ആ കത്തിച്ചിട്ട് ബാഡ് ഐസ് ഒക്കെ പോട്ടെ എന്ന് പറഞ്ഞ് കത്തിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് കിടന്നുറങ്ങിയെന്ന് കേട്ടോ. ഇതിപ്പോൾ വെളുപ്പിനെ 2:30 ടൈം. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അയ്യോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തണുപ്പായി ഇവിടെ. ഇപ്പം രാവിലെ 17 ഡിഗ്രി വരെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ 5 or 4 ഏതാണ്ടേ ഉള്ളൂ. ഇപ്പോൾ തണുപ്പാണ്, ഒരു നല്ല തണുപ്പല്ല, ഒത്തിരി തണുപ്പല്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഉറക്കമൊക്കെ അങ്ങ് പോയി. ഇത് ഞാൻ ഇവിടെ വിൻ്ററിന് വേണ്ടി കൊണ്ടുവന്ന ക്യാപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ വിൻ്ററിന് വേണ്ടി കൊണ്ടുവന്ന കുറേ സാധനം ഉണ്ട്. അതാണ് മോസ്റ്റ്ലി വെയിറ്റ് കൂടുതൽ. അപ്പം അതൊക്കെ പിന്നെ തിരിച്ചു കൊണ്ടുപോകണ്ടേ. അപ്പോൾ തലയിലൊക്കെ വെച്ചാൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെ വേണം കൊണ്ടുപോകാൻ. എനിക്ക് 23 kg ആണ് ഉള്ളത്, ബാഗേജ് അലവൻസ് ഉള്ളത്. അപ്പോൾ 23 കിലോ പെട്ടി തന്നെ 5 കിലോ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് 23 കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വെയിങ് മെഷീനൊന്നും നോക്കിയില്ല. നോർമലി എടുക്കുന്ന പോലെ അങ്ങ് എടുത്തിട്ട് ഇങ്ങ് പോന്നു. എന്തായാലും ഇങ്ങോട്ട് പോകുന്നപ്പോഴും ഞാൻ 23 കിലോ ആയിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും വലുതായിട്ട് കൂടാൻ ചാൻസ് ഇല്ല. സെയിം സാധനങ്ങൾ തന്നെ തിരിച്ചും കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന സെയിം സാധനം തന്നെയല്ലേ തിരിച്ചും കൊണ്ടുപോകണേ. അപ്പം അതുകൊണ്ട് പിന്നെ 23 കിലോ ഒക്കെ കാണുള്ളൂ. പിന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഫ്ലൈറ്റ് ഫുള്ളി ബുക്ക്ഡാണ്. അപ്പം ക്യാരി ഓണും അവിടെ ലഗേജ് ഡ്രോപ്പും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് പിന്നെ കയ്യിൽ ബാഗ് മാത്രമേ കാണുള്ളൂ. ചെറിയ പെട്ടി അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോ, ഞാൻ വിചാരിച്ച് ഭയങ്കര ഇരുട്ടായിരിക്കും, ഒരിതായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വെട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് സർവീസ് ഉണ്ട് ബസ്. അതായത് 4:30 വരെ, വെളുപ്പിന് 4:30 വരെ നൈറ്റ് സർവീസും, വെളുപ്പിന് 4:30 തൊട്ട് 5 തൊട്ട് ഏതാണ്ട് നോർമൽ ബസ്സിൻ്റെ സർവീസും. നൈറ്റ് സർവീസ് കൊള്ളാം. നൈറ്റ് സർവീസ് പെട്ടെന്ന് നൈറ്റ് സർവീസ് വേറൊരു സ്പെഷ്യൽ ബസ് പോലെയാണ് ഓടുന്നത്. ആ 4ഉം 6ഉം 72ഉം നോർമലായിട്ട് ഓടുന്ന ബസ്. 94 ആണ് നൈറ്റ് സർവീസ് ഉള്ളത്. അതെല്ലാ ദിവസവും രാത്രിയിൽ വെളുപ്പിന് 4 മണി വരെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ എയർപോർട്ട് ബസ് വന്നു. അതിൽ കയറി ഒരു 1/2 hour ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അർലാൻഡോ എയർപോർട്ടിലെത്തി. ഇനി ഞാൻ പാക്കിങ് ചെക്കിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ പാക്കേജ് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ്, സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് ഇപ്പം എന്താ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ വന്നേക്കുക എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. സോ എനിക്കധികം ടൈമൊന്നും കിട്ടിയില്ല. ബോർഡിങ് തുടങ്ങി, ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ കയറാൻ പോവുക. ഗൈസ്, ഞാൻ വലിയ കാര്യത്തിൽ തുള്ളി കളിച്ചാണ് പോയത്, വിൻഡോ സീറ്റാന്ന് വിചാരിച്ചിട്ട്. ബട്ട് എനിക്ക് പാലും വെള്ളത്തിൽ കിട്ടി. എനിക്ക് എമർജൻസി എക്സിറ്റാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കണ വിൻഡോ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പം അതിൽ നിന്നൊരു വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ മ്യൂണിക്കിൽ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ബാഗേജ് പോയി കളക്ട് ചെയ്ത് തിരിച്ചു വന്നാൽ മതി. ഞാൻ ബാഗേജൊക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ എസ്പാൻ എടുത്ത് വീട്ടിൽ പോവുകയാണ്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ 1 month ലേറ്റായി ഈ വീഡിയോ ഇടാനായിട്ട്. കാരണം എൻ്റെ ഫോണിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. സോ സീ യു ദെൻ, ബൈ.